ഹലോ, ഇന്നൊരു ചെറിയ കഥയായല്ലോ. ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ആളെനിക്ക് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ആൾ പറഞ്ഞ പോലെ വചനം എടുത്തു കൊടുത്തല്ല. അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു വചനം പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനൊരു വചനം പറഞ്ഞു കൊടുത്തു. വചനക്കാർഡ് എടുത്തിട്ടല്ല, ബൈബിൾ വേർഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ സംഗതികളും പറഞ്ഞു കൊടുത്തത്, ചെയ്തു കൊടുത്തത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചൊരു വോയിസ് മെസ്സേജ് വന്നു. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം. ചേച്ചി മനസ്സ് വളരെ വിഷമിച്ചിട്ട് സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുന്നത്. അപ്പോൾ വെറുതെ ആണെങ്കിൽ റീൽ തുടങ്ങിയ സമയത്താണ് ചേച്ചിയുടെ റീൽ ഇങ്ങനെ കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ വചനം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് പരിശുദ്ധമ്മ മനസ്സിൽ തോന്നി കഴിയുമ്പോൾ ചേച്ചി മെസ്സേജ് അയക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒത്തിരി ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ചേച്ചിക്ക് മെസ്സേജ് അയച്ച ചേച്ചി എനിക്ക് വചനമൊക്കെ പറഞ്ഞു തന്നല്ലോ. അത് ചെല്ലി 2 ദിവസം പ്രാർത്ഥിച്ചു, 31 വർഷം ചേച്ചി പ്രാർത്ഥിച്ചു. ഈശോ എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ഇന്നൊരു ജോലിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ജോലിക്ക് കിട്ടി. അപ്പം മെയ് 4-ാം തീയതി ജോയിൻ ചെയ്യുവാണ് ഹൈദരാബാദിൽ. അപ്പം എനിക്കൊരു പ്രാർത്ഥിച്ചതിലൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതേ ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് രാവിലെ ചേച്ചി റെഡി ഇട്ടില്ലായിരുന്നു മറ്റേ ജോലിയില്ലാത്ത ആൾക്കാരുടെ വേണ്ടി ഭയപ്പെടാൻ എന്നോട് കൂടെ ഉണ്ട്, സംഭവിക്കണമല്ലോ ദൈവം എന്ന് പറഞ്ഞ്. ദൈവം അത് ശക്തമായിട്ട് ജീവിതത്തിൽ ഇടപെട്ടു. എനിക്ക് ആ ദേഷ്യം വളരെ നന്ദിയുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു കേട്ടോ ചേച്ചി വിട്ട് പ്രാർത്ഥിച്ചതിൽ. ചേച്ചി ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഈശോ ചേച്ചി ഉയർത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വോയിസ് മെസ്സേജ് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തട്ടിയൊരു വോയിസ് മെസ്സേജാണ്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്.